ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീൻ്റെ ആപ്ലിക്കേഷൻ ശരിക്കും ഡിഫിക്കൽട്ടാണോ? ശരിക്കും ഡിഫിക്കൽട്ടാണോ ചോദിച്ചാൽ അതെ, ഡിഫിക്കൽട്ടാണ്. ബട്ട് ഇറ്റ്സ് ഈസിയർ ഓൾസോ. തീർച്ചയായിട്ടും സ്റ്റുഡൻസിന് സെൽഫായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈസി ആണോ ചോദിച്ചാൽ ഈസിയാണ്. ബട്ട് അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യണം. ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് യൂണിവേഴ്സിറ്റീൻ്റെ റിക്വയർമെൻറ്റ്സ്, ഏത് കോഴ്സ് അപ്ലൈ ചെയ്യണം, ഏതൊക്കെ ഇൻടേക്ക് ഉണ്ട്, ഇൻടേക്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻസിൽ ഫീസ് വരുന്നുണ്ട്, ഏതിലൊക്കെ ഫീസ് വരുന്നില്ല, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ഇതിനെപ്പറ്റി പ്രോപ്പർ റിസർച്ച് ചെയ്ത് ഇതിനെപ്പറ്റി നോളേജ് വേണം, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. Why it's difficult? Because we need the proper information, we need the proper guidance, we need the proper research. ഇപ്പോൾ എല്ലാം യൂണിവേഴ്സിറ്റിയിൽ ഡിഫറെൻറ്റ് രീതിയിലാണ് അപ്ലിക്കേഷൻസ് പോകുന്നത്. ലൈക്ക് ഡയറക്റ്റ് അപ്ലിക്കേഷൻസ് പോകുന്നുണ്ട്, യൂണി അസിസ്റ്റ് അപ്ലിക്കേഷൻസ് പോകുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം അപ്ലിക്കേഷൻസിൽ നമുക്ക് ഫീസ് വരുന്നില്ല. ചില കേസസിൽ മാത്രം ഡയറക്റ്റ് അപ്ലിക്കേഷൻസിൽ ഫീസ് വരുന്നുണ്ട്. യൂണി അസിസ്റ്റ് അപ്ലിക്കേഷൻസ് പറയുമ്പോൾ അപ്ലിക്കേഷൻസ് ഫീസ് വരും. അപ്ലിക്കേഷൻസ് ഫീസ് ഇല്ലാതെ നമുക്ക് യൂണി അസിസ്റ്റ് വഴി നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പ്രോപ്പറായിട്ടൊരു അവയർനെസ് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എന്തൊക്കെ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കണം. അതുകൂടാതെ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് വരുന്നത്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ കോഴ്സിന് ചില പോയിൻറ്റ്സ് വേണം, ലൈക്ക് ക്രെഡിറ്റ് പോയിൻറ്റ്സ് വേണം, ചില ഡോക്യുമെൻറ്റ്സ് എക്സ്ട്രാ വേണം എന്ന് പറയും. പക്ഷേ ചില യൂണിവേഴ്സിറ്റീൻ്റെ ചില കോഴ്സിന് ചിലപ്പോൾ അത്രയും ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരില്ല. സോ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഓൾസോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ഇൻടേക്ക് പ്ലാൻ ചെയ്യണം. യെസ്, ഇറ്റ്സ് നമ്മുടെ ഇനി അടുത്ത വരാൻ പോണ ഇൻടേക്ക് വിൻ്റർ ഇൻടേക്ക് ആണ്. സോ വിൻ്റർ ഇൻടേക്കിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്ലാനിങ് സത്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. ബിക്കോസ് ആസ് യു ഗൈസ് നോ, APS ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. APS ഇല്ലാതെ നമുക്ക് അപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. അത് കേൾക്കുമ്പോൾ തന്നെ പറയും, നമുക്ക് വരുന്ന ഡൗട്ട്സ് ആണ്, RWTH യൂണിവേഴ്സിറ്റീനെ നമുക്ക് അപ്ലിക്കേഷന് നമുക്ക് APSൻ്റെ ആവശ്യമില്ല. അതെ, RWTH യൂണിവേഴ്സിറ്റി മാത്രമാണ് അപ്ലിക്കേഷൻ സമയത്ത് APS ചോദിക്കാത്തത്. ബാക്കി എല്ലാം യൂണിവേഴ്സിറ്റീസും അപ്ലിക്കേഷൻ സമയത്ത് APS നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് CGP ആണ്, പെർസെൻറ്റേജ് ആണ്. ജർമ്മനി ആകുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് പോയിൻറ്റ്സ് ആണ്. സോ ക്രെഡിറ്റ് പോയിൻറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് വെക്കണം. ഏത് ഇൻടേക്കിലാണ്, ഏത് കോഴ്സസ് ആണ് ഓപ്പൺ ആവണത്, അതിൻ്റെ ഡെഡ് ലൈൻ എപ്പോഴാണ്, അതും നമ്മൾ പ്രോപ്പർ റിസർച്ച് ചെയ്ത് വെക്കണം. അതുകൂടാതെ നമ്മൾ മെയിനായിട്ട് വരുന്നത് മോട്ടിവേഷൻ ലെറ്റർ ആണ്. ഈച്ച് ആൻഡ് എവറി യൂണിവേഴ്സിറ്റി, ഈച്ച് ആൻഡ് എവറി കോഴ്സ് അനുസരിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മോട്ടിവേഷൻ ലെറ്റർ വേണം. അത് പ്രോപ്പറായിട്ട്, ബിക്കോസ് മോട്ടിവേഷൻ ലെറ്ററിന് തന്നെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യണത്. അപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഡോക്യുമെൻ്റ് ആണ് മോട്ടിവേഷൻ ലെറ്റർ. സോ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡോക്യുമെൻറ്റും മോട്ടിവേഷൻ ലെറ്റർ ആണ്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്യണോ അത്രയും ചാൻസസ് ഓഫ് അഡ്മിഷൻ നമുക്ക് കൂടുതലാണ്. യെസ്, നമ്മുടെ ഇൻ്റർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ അതൊരു സെപ്റ്റംബർ ഇൻടേക്കാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് മാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വർക്ക് ഹോൾഡ് ചെയ്യരുത്. എത്ര നേരത്തെ നമ്മൾ റിസർച്ച് ചെയ്യണോ, ലൈക്ക് വി മസ്റ്റ് ടു സ്റ്റാർട്ട് ദ APS പ്രോസസ്. APSൻ്റെ ഡോക്യുമെൻ്റ് കിട്ടാൻ തന്നെ ഒരു 1 to 2 months എടുക്കും. IELTSൻ്റെ സ്കോർ വേണം, പ്ലസ് നമ്മുടെ CV ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. യൂറോപാസ് ഫോർമാറ്റിൽ നമ്മുടെ CV പ്രോപ്പറായിട്ട് വിത്തൗട്ട് എനി ഗ്യാപ്പ് നമുക്ക് നമ്മുടെ പ്രോപ്പർ CV മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് കുറേ വർക്ക് നമുക്ക് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മളൊരു അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ പ്രോപ്പർ എക്സ്പേർട്ട് ടീമിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേഫ് ലാൻഡിനെ കോൺടാക്റ്റ് ചെയ്യുക.